പശ്ചിമേഷ്യൻ യുദ്ധചരിത്രത്തിലെ ഏറ്റവും ഉദ്യോഗജനകമായ നിമിഷങ്ങൾക്കാണ് ഇറാനിലെ ഒരു ഉൾനാടൻ പ്രദേശം സാക്ഷ്യം വഹിച്ചത്. ശത്രുരാജ്യത്തിന്റെ മണ്ണിൽ വെടിവെച്ചിടപ്പെട്ട പോർവിമാനത്തിലെ ഓഫീസറെ രക്ഷിക്കാൻ അമേരിക്കൻ സൈന്യം നടത്തിയ ദൗത്യം ഒടുവിൽ സ്വന്തം യുദ്ധവിമാനങ്ങൾക്ക് തന്നെ ബോംബിട്ട് തകർക്കേണ്ടി വന്ന അസാധാരണമായ ഒരു സാഹചര്യത്തിലാണ് അവസാനിച്ചത്. തകർന്നു വീണ വിമാനത്തിലെ ഓഫീസറെ കണ്ടെത്താനും സുരക്ഷിതമായി പുറത്തെത്തിക്കാനും നടത്തിയ ഈ ഹൈ റിസ്ക് ഓപ്പറേഷൻ ആധുനിക സൈനിക ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ രക്ഷാദൗത്യങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ്. ഏകദേശം 48 മണിക്കൂറോളം ഇറാനിലെ ദുർഘടമായ മലനിരകളിൽ ഒളിവിൽ കഴിഞ്ഞ എയർമാനെ കണ്ടെത്തുക എന്നതായിരുന്നു ദൗത്യത്തിന്റെ ആദ്യത്തെ ലക്ഷ്യം. നൂറുകണക്കിന് സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോകൾ, അത്യാധുനിക ഡ്രോണുകൾ, ശക്തമായ വ്യോമസേന പിന്തുണ എന്നിവയുമായാണ് അമേരിക്കൻ സൈന്യം ഈ ദൗത്യത്തിന് ഇറങ്ങിത്തിരിച്ചത്. എന്നാൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായ വെല്ലുവിളികൾ ദൗത്യസംഘത്തിന് നേരിടേണ്ടി വന്നു. പൈലറ്റിനെയും കമാൻഡോകളെയും തിരികെ എത്തിക്കാൻ നിയോഗിക്കപ്പെട്ട 2 അമേരിക്കൻ C-130 ഹെർക്കുലീസ് ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ ഇറാനിലെ ഒരു ഉൾനാടൻ ബേസിൽ വെച്ച് പ്രവർത്തനരഹിതമായി. സാങ്കേതിക തകരാറോ ഭൂപ്രകൃതിയുടെ പ്രത്യേകതയോ മൂലം ഈ വിമാനങ്ങൾക്ക് വീണ്ടും പറന്നുയരാൻ സാധിക്കാതെ വന്നതോടെ ദൗത്യത്തിന്റെ ഗതി മാറി. ഇറാൻ സൈന്യം തൊട്ടടുത്തെത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ അത്യാധുനിക വിമാനങ്ങൾ ശത്രുവിന്റെ കൈവശം അകപ്പെടുന്നത് വലിയൊരു സുരക്ഷാ ഭീഷണിയാണെന്ന് അമേരിക്കൻ കമാൻഡോകൾ വിലയിരുത്തി. US സൈന്യത്തിന്റെ സാങ്കേതിക രഹസ്യങ്ങൾ ഇറാൻ ചോർത്തുന്നത് തടയാൻ പ്രവർത്തനരഹിതമായ ആ വിമാനങ്ങളെ അവിടെ തന്നെ നശിപ്പിക്കുക എന്ന കടുത്ത തീരുമാനം സൈന്യം കൈക്കൊണ്ടു. ഇതിനായി അധിക വിമാനങ്ങൾ സ്ഥലത്തെത്തുകയും കുടുങ്ങിപ്പോയ സൈനികരെയും പൈലറ്റിനെയും മാറ്റിയ ശേഷം ഉപേക്ഷിക്കപ്പെട്ട വിമാനങ്ങളെയും ഒരു ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററിനെയും അമേരിക്കൻ വ്യോമസേന തന്നെ ബോംബിട്ട് കത്തിച്ച് ചാമ്പലാക്കി. ശത്രുവിന് ഒരു തുമ്പ് പോലും ലഭിക്കരുത് എന്ന കർശനമായ നിലപാടായിരുന്നു ഈ നീക്കത്തിന് പിന്നിൽ. ഈ രക്ഷാദൗത്യത്തിനിടെ പലയിടങ്ങളിലും അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സും ഇറാൻ സൈന്യവും തമ്മിൽ കടുത്ത ഏറ്റുമുട്ടലുകൾ നടന്നതായാണ് റിപ്പോർട്ടുകൾ. ഇറാൻ സൈന്യത്തിന്റെ വാഹന വ്യൂഹങ്ങൾ രക്ഷാപ്രവർത്തകർക്ക് നേരെ വരുന്നത് തടയാൻ അമേരിക്കൻ വിമാനങ്ങൾ തുടർച്ചയായി വ്യോമാക്രമണങ്ങൾ നടത്തി. വെടിയുണ്ടകൾ പായുന്ന മലനിരകളിൽ ജീവൻ പണയം വെച്ചാണ് കമാൻഡോകൾ മുന്നോട്ട് നീങ്ങിയത്. മണിക്കൂറുകളോളം നീണ്ട ഈ പോരാട്ടത്തിനൊടുവിൽ പരിക്കേറ്റ എയർമാനെ സുരക്ഷിതമായി മോചിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. സ്വന്തം സൈനികന്റെ ജീവൻ രക്ഷിക്കാൻ ഏത് പരിധിവരെയും പോകുമെന്ന അമേരിക്കയുടെ സൈനിക നയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഈ സംഭവം മാറി. സ്വന്തം വിമാനങ്ങൾ തകർക്കേണ്ടി വന്നത് സാമ്പത്തികമായി വലിയ നഷ്ടമാണെങ്കിലും പൈലറ്റിന്റെ മോചനവും സാങ്കേതിക രഹസ്യങ്ങളുടെ സുരക്ഷയും അതിനേക്കാൾ വിലപ്പെട്ടതാണെന്ന് അമേരിക്ക കണക്കുകൂട്ടുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷം പുതിയ തലങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ഇറാന്റെ ഹൃദയഭാഗത്ത് അമേരിക്ക നടത്തിയ ഈ കടന്നുകയറ്റവും രക്ഷാദൗത്യവും വരും ദിവസങ്ങളിൽ വലിയ നയതന്ത്ര പ്രത്യാഘാതങ്ങൾക്കും വഴി തുറക്കുമെന്ന് ഉറപ്പാണ്.